മാർച്ച് 25 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഡിസിമസ്, വിശുദ്ധ ബറോണീസ്, വിശുദ്ധ ഡെസിഡാരിയസ്, വിശുദ്ധ തെയോഡോള, വിശുദ്ധ ഏനോക്ക്, വിശുദ്ധ ഹാരോൾഡ്, വിശുദ്ധ ഹ്യൂബർട്ട്. ഇന്നേ ദിവസം തിരുസഭ മംഗളവാർത്ത തിരുനാളും ആഘോഷിക്കുന്നു. മംഗളവാർത്ത തിരുനാൾ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യോവാക്യമിന്റെയും അന്നയുടെയും മകൾ മറിയത്തിൽ നിന്ന് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യുമെന്ന സന്ദേശമാണ് ഇന്നത്തെ തിരുനാളിന്റെ അടിസ്ഥാനം. ഗബ്രിയേൽ ദേവദൂതൻ കന്യകാമറിയത്തെ സമീപിച്ച് അഭിവാദനം ചെയ്തു. നന്മ നിറഞ്ഞവളെ സുസ്തി, സ്ത്രീകളിൽ അനുഗ്രഹീതേ, കർത്താവ് നിന്നോടുകൂടി. ദേവദൂതന്റെ വാക്കുകൾ കേട്ട് അവൾ അസ്വസ്ഥയായി. ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്തെന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവദൂതൻ അവളോട് പറഞ്ഞു: മറിയമേ, ഭയപ്പെടേണ്ട, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ആ ശിശുവിന് യേശു എന്ന് പേരിടണം. അവിടുന്ന് മഹാനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവമായ കർത്താവ് പിതാവായ ദാവീദിന്റെ സിംഹാസനം അവിടത്തേക്ക് നൽകും. യാക്കോബിന്റെ ഗോത്രത്തിൽ അവിടുന്ന് എന്നേക്കും രാജാവായി വാഴും. അവിടുത്തെ രാജ്യത്തിന് അന്ത്യമില്ലായിരിക്കും. അപ്പോൾ മറിയം ദൈവദൂതനോട് പറഞ്ഞു: ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൈവദൂതൻ പ്രതിവചിച്ചു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ പ്രവർത്തിക്കും. തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് അറിയപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഉടനെ മറിയം പ്രതിവചിച്ചു: ഇതാ, കർത്താവിന്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് തന്റെ സൃഷ്ടികളിൽ ഒന്നിന്റെ അനുവാദം തേടി കാത്തു നിൽക്കുന്നു. മനുഷ്യ സ്വാതന്ത്ര്യത്തെ ആദരിക്കുക മാത്രമല്ല, മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയെ തേടുക കൂടിയാണ് ദൈവം ചെയ്യുന്നത്. ദൈവപുത്രന്റെ ഭൗമിക ജീവിത ആരംഭത്തിന് 2 സമ്മതങ്ങളുണ്ട്: ക്രിസ്തുവിന്റെയും മറിയത്തിന്റെയും. ദൈവപുത്രന്റെ അനുസരണം മാതാവിന്റെ അനുസരണത്തിൽ പ്രതിഫലിക്കുന്നു. 2 സമ്മതങ്ങളുടെ കൂടിക്കാഴ്ചയിലൂടെ ദൈവത്തിന് ഒരു മനുഷ്യമുഖം സ്വീകരിക്കുന്നതിന് സാധിക്കുന്നു. ദൈവത്തോടുള്ള അനുസരണമാണ് ലോകത്തിന്റെ വാതിലുകളെ സത്യത്തിലേക്കും രക്ഷയിലേക്കും തുറക്കുന്നത്. ദൈവഹിതത്തോട് പൂർണ്ണ കൂട്ടായ്മ ഉണ്ടാകുന്നതിനായി മനുഷ്യഹിതത്തെ ഉയർത്തുന്ന പ്രക്രിയയാണ് വീണ്ടെടുപ്പ്. തൻ്റെ ഭൗമിക നാമത്താലല്ല, മറിച്ച് ദൈവകൃപ നിറഞ്ഞവൾ എന്ന ദൈവിക നാമത്താലാണ് മറിയം അഭിസംബോധന ചെയ്യപ്പെടുന്നത്. കൃപ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയായതിനാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൾ എന്ന് നമുക്ക് ഈ വിശേഷണത്തെ വ്യാഖ്യാനിക്കാം. ഈ വിശേഷണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിസ്തുലമാണെന്ന് ഒരിജൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ഉദരത്തിൽ ക്രിസ്തുവിനെ ശാരീരികമായി ഗർഭം ധരിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ ഹൃദയത്തിൽ മറിയം ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഗർഭം ധരിച്ചുവെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. നമ്മുടെ വിശ്വാസത്തെ സ്നേഹത്തിൽ സൃഷ്ടിപരവും ഫലദായകവുമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അടുക്കിലേക്ക് ദൈവം ആഗതമാകുന്ന മനുഷ്യാവതാര രഹസ്യം ഓരോ മനുഷ്യജീവിതത്തിൻ്റെയും അതുല്യമായ അന്തസ്സിനെ വിവരിക്കുന്നുണ്ട്.